നീലിനെ നിന്നെ കാണാൻ ചിലരൊക്കെ വന്ന് നിൽക്കുന്നു. ഇത് എത്രാമത്തെ പ്രാവശ്യം? എനിക്ക് വയ്യ, ഒരു മാനേഴ്സ് ഇല്ലാതെ. ചൂടാകാതോ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ്. ഒരു സ്പോർട്ടി സ്പിരിറ്റ് എടുക്കുന്നേ. ചെല്ല്, ചെല്ല്. എന്തൊരു പോരിടപാടാ ഇക്കണക്കിന് പോയാല്. പട്ടണത്തിലെ കുട്ടിയ, പഠിപ്പും ഭക്ഷാരവും ഒക്കെ ഉണ്ട്, നല്ല സ്വഭാവം. കണ്ടോ, ഇങ്ങോട്ട് നീങ്ങി നിന്ന് കൊടുക്കടി. നീ കണ്ടില്ല കേട്ടില്ല എന്ന് പരാതി പറയരുത്. കണ്ടു, പൊന്നും പണ്ടങ്ങളും ഒന്നും ഇല്ലേ, ഞങ്ങൾക്കൊന്ന് കാണാനാ. എന്താണ് ഇവന്ന് എല്ലാം പെട്ടിയാക്കി കൂട്ടിയിരിക്കുക? തെന്നെടുത്തിട്ടുണ്ട് വാ. ഏളുമാരി പറഞ്ഞത് കേട്ടില്ലയോ? കല്യാണത്തിനിട്ടോ കേരവാണെന്ന് ഏളുമാരി ധരിക്കും. ആ നാണക്കേട് വേണ്ട, തെന്നെടുത്തിട്ടുണ്ട് വാ. എന്തെല്ലാം ഉണ്ടെന്ന് ഞങ്ങളും ഒന്ന് കാണട്ടെ. ഉള്ള ആഭരണങ്ങൾ മുഴുവൻ ഇട്ടുകൊണ്ട് നടക്കുന്ന ഒന്നും എനിക്കിഷ്ടമല്ല. അറുതല പറയുന്നു. ഷാജി പറഞ്ഞതൊന്നനുസരിച്ച് എനിക്കിഷ്ടമല്ല. അപ്പൊ ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് നീ എന്നെ ധിക്കരിക്കുമല്ലേടി, അഹങ്കാരി. എന്താ എന്താ അവിടെ? എന്തിനാ രാകേശൻ കുട്ടി നീ ഇവിടെ ആണായിട്ട് കഴിയുന്നത്? കാല് വെച്ച് വന്ന് കയറിയതേ ഉള്ളൂ. അവന് മുമ്പ് എന്നെയിട്ട് ചവിട്ടി ഇറക്കുന്ന കണ്ടില്ലേ? അമ്മയൊന്ന് ഒറ്റ വയ്ക്കാണ്ടിരുന്നേ. വയസ്സായാലും ഒരു തടങ്ങിയിരിക്കുന്നതിന് പകരം എല്ലാ കാര്യത്തിലും ഇങ്ങനെ ഭരിക്കാൻ വന്നുള്ളൂ. എന്തോടോ നീ പറഞ്ഞു? പിള്ളേർ അവരുടെ പാട്ട് വിട്ടേക്കാൻ. എല്ലാവരും നമ്മുടെ ചൊൽപ്പടിക്ക് നിൽക്കണമെന്ന് നിയമം വല്ലതും ഉണ്ടോ? എന്താ നീ നോക്കിയിരിക്കുന്നത്? കണ്ടില്ലയോ? പോരടി, നമുക്ക് പോകാം. എന്താ ഇവിടെ? പിന്നെ ഞാൻ നിലത്ത് നിർത്താണ്ട് ഇത്രയും വളർത്തി. ഈ പെണ്ണ് വന്നതോടെ ഞാൻ ഈ വീട്ടിൽ ആരും വല്ലാണ്ടായി. അല്ലെങ്കിൽ ഈ വലിയ അഹങ്കാരം പറയുമ്പോ ഞാൻ കേട്ടോട്ട് നിൽക്കുമോ? വേണ്ട, ഞാൻ ഈ ആദ്യം ചാടി ചാവാൻ പോകണ്ട. അച്ഛൻ അകത്ത് പോ. ഓ, ഞാൻ പോയേക്കാം. എന്റെ മുത്തശ്ശിയുടെ വാക്ക് തട്ടിക്കൊണ്ട് ഇവിടെ ആരും അങ്ങനെ ഞെളിയണ്ട. വല്ല കൊമ്പത്തിൽ നിന്ന് ഇറങ്ങുമെന്നാണെന്നും ഞാൻ വിചാരിക്കല. വെച്ചൊരു വീക്കം തരും. മുത്തശ്ശി പറഞ്ഞാൽ നിനക്കൊന്ന് അനുസരിച്ചാൽ എന്താടി? അങ്ങ് അലിഞ്ഞു പോവോ? വേടേ കാലിലെ നീ എവിടെ തല്ലു അല്ലേടാ? എവിടുന്ന് പഠിച്ചടാ തല്ലും കൊലയും ഒക്കെ? ഇങ്ങനാണോടാ നിന്നെ ഞാൻ വളർത്തിയത്? അല്ല മുത്തശ്ശി, ഞാനവളെ അവിടെ തന്തയും തള്ളേ എന്നെ വിശ്വസിച്ചിട്ടാ ഇവിടെ നിർത്തിയേച്ച് പോയത്. അല്ലാണ്ട് നിന്റെ മുടുക്ക് കണ്ടിട്ടല്ല. അവൻ തല്ലു അത്രേ. പോട്ടടി മോളെ, ഒരു വീടാകുമ്പോ ഇച്ചിരി ഇണങ്ങുകയും പിണങ്ങും ഒക്കെ പതുവാ. അതിനവനെന്താ മുമ്പൻ ഒരു തല്ലുകാരൻ നടക്കുന്നു. മോള് കരയാതെ, മോക്ക് മുത്തശ്ശിയുണ്ട്. താൻ ആകെ അപ്സെറ്റ് ആയിപ്പോയല്ലേ? ഞാൻ എന്താ ഇത്ര അൺസിവിലൈസ്ഡ് ആയിട്ട് പെരുമാറുന്നു തോന്നിയോ? ഒരു നമ്പറല്ലേ? ഇങ്ങനെ എന്തെല്ലാം കള്ളത്തരങ്ങൾ കാണിച്ചാലാണ് ഇവരുടെ ഇടയിലേക്ക് ഒന്ന് പിഴച്ചു പോവുക. പറച്ചിൽ കേട്ടതൊന്നും അനിരുദ്ധിന് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടെന്ന്. ഇല്ലേ ഇല്ല, ഞാനൊരു 1ാം ക്ലാസ് വിദ്യാർത്ഥിയാണേ. പിന്നെ താനീ അനിരുദ്ധ എന്ന് വിളിക്കുന്ന കേൾക്കുമ്പോ എന്തോ ഒരു വല്ലായിക. പ്രായത്തിന് മൂത്തവരാരാണ്ട് എടാ അനിരുദ്ധ എന്ന് വിളിക്കുന്ന ഒരു ഫീൽ. എന്നാ അനിരുദ്ധൻ ചേട്ടാന്ന് വിളിക്കാം. അനിരുദ്ധൻ ചേട്ട. മേക്ക് ഇറ്റ് ഷോർട്ട്. അനി അനി. ഓക്കെ, അനി സ്വീറ്റ്. താങ്ക് യു. പിന്നെ എന്നാ നമ്മൾ സിറ്റിയിലോട്ട് താമസം മാറ്റുന്നേ? എന്താ ഇവിടുന്ന് രക്ഷപ്പെടാൻ ധൃതിയായോ? അയ്യോ, അതുകൊണ്ടല്ല. അടുത്ത ആഴ്ച ക്വാർട്ടേഴ്സ് ശരിയാവുന്ന ദേവി പറഞ്ഞത്. പുള്ളിക്കാരൻ ആ വകുപ്പങ്ങ് ഏറ്റെടുത്തിരിക്കുക. നമ്മളൊന്നും അറിയുന്നു. സുഖുവിന്റെ ക്വാർട്ടേഴ്സ് കൂടെ ശരിയായാൽ സംബന്ധം നടന്നതുപോലെ ഗൃഹപ്രവേശവും ഒറ്റ ദിവസം തന്നെ നടത്താം. പോരെ? ഓക്കെ. നിങ്ങളൊക്കെ ഇവിടെ എന്ത് ചെയ്യാണ്? പോത്തുപോലെ തിന്നു മുടിക്കാൻ മാത്രം നിറച്ച ആളുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്യാൻ ഒരുത്തനും സമയമില്ല. ഈ മിണ്ടാപ്രാണിയൊക്കെ നിങ്ങൾ സമയത്ത് ആഹാരം കൊടുക്കുന്നുണ്ടോ? ഇവിടെ ഒക്കെ ഒന്ന് വൃത്തിയാക്കി ഇടണമെന്ന് പറഞ്ഞു. എന്നിട്ട് ചെയ്തോ നിങ്ങൾ? അത് സാർ, പിന്നെ ഒന്നും പറയണ്ട. നോബഡി ഈസ് റെസ്പോൺസിബിൾ. ശമ്പളം വാങ്ങാനും അലവൻസ് കൂട്ടണമെന്ന് പറയാനും എല്ലാവരും ഉത്സാഹമുണ്ട്. പക്ഷെ ജോലിയുടെ കാര്യം വരുമ്പോ ഐ ആം ഫെഡ് വിത്ത് ദീസ് ബാസ്റ്റേർഡ്സ്. എന്ത് പറ്റി? കേൾക്ക് സുഖു,
നമ്മുടെ സ്പോട്ട് ജേഴ്സി ഉണ്ടല്ലോ ചെനയുണ്ടായിരുന്നത് അത് പോയി. അയ്യോ അതങ്ങനെ ഈ കൊരങ്ങന്മാരുടെ അതിശ്രദ്ധ കൊണ്ട് ശ്രദ്ധിക്കാനിട്ടല്ല സാർ, അത് പിന്നെ ഓ ശ്രദ്ധിച്ചു എന്നിട്ടാ എന്നെ കൊണ്ടൊന്ന് പറയിക്കരുത് പറഞ്ഞേക്കാം. ഇനി ഒരു കാര്യം ചെയ്യാം, ഓരോ പശുവിന്റെ ഷീറ്റ് ഞാൻ തന്നെ നേരിട്ട് പോയി പരിശോധിക്കാം. എന്താ ഒരു ഫാം നടത്തിക്കൊണ്ട് പോകുന്നതിന്റെ ഒരു ട്രെയിന് ശമ്പളം വാങ്ങിക്കാനും തിന്നു മുടിക്കാനും തടിമാടന്മാർ നിരന്നു നിന്നോളൂ. വേറൊരുത്തനുണ്ട് വെറ്റിനറി ഡോക്ടർ. വാട്ട് ദി ഹെൽ ഹി ഈസ് ഡൂയിങ് ഐ കാനോട്ട് അണ്ടർസ്റ്റാൻഡ്. ഡു ഐ ഹാവ് ടു റിമൈൻഡ് ഹിം എവരി ടൈം? ഡാഡി മലയാളത്തിൽ പറയാം, എന്നാലേ അവർക്ക് മനസ്സിലാവും. ഇനി മലയാളത്തിൽ പറയാത്തതിന്റെ ഒരു കുഴപ്പമുള്ളൂ. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ആണ്. ഹീറ്റിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് എന്നെക്കാൾ കൂടുതൽ അയാളല്ലേ ഓർക്കേണ്ടത്. ഡോക്ടറാണ് പോലും, ഡോക്ടർ ഇഡിയറ്റ്. ഒന്നാം തരം ജേഴ്സി പശുവായത്. പോട്ട് ഡാഡി, ആഫ്റ്റർ ഓൾ ഒരു പശുവിന്റെ ഗർഭാലയല്ലേ കേസ്. നിനക്കറിയില്ല സുഖു. യു ഡോണ്ട് നോ ഹൗ മച്ച് ഐ കെയർ ഫോർ മൈ കാറ്റിൽ ആൻഡ് മൈ ചിക്കൻ. അത് ഞങ്ങൾക്കറിയാം. ഡാഡിക്ക് ഞങ്ങളെക്കാൾ ഇഷ്ടം പശുവിനോടും കോഴിയോടാണെന്ന്. ആ പറഞ്ഞ കറക്റ്റ്. പക്ഷെ ഒരു സംശയം, ഞാൻ കഴിവറുടെ മോനാണെങ്കിൽ ഡാഡി ആരാ? മിടുക്കൻ. നിഷേധിയാണെങ്കിലും നിനക്കൊരു സെൻസ് ഓഫ് ഹ്യൂമർ. ഐ ഡു റിയലി അപ്രീഷിയേറ്റ്. ഓക്കെ ഡാഡി, ഞങ്ങൾക്ക് പോവാൻ സമയമായി. ബി ഗുഡ് ഡാഡി. അയ്യോ എന്താ സുഖേട്ടാ ഇത്? പൂജാമുറിയിലാണ് ശൃംഗാരം. അയ്യോ, എല്ലാ ദൈവങ്ങളും പ്രേമിച്ചിട്ടുള്ളവരാ. നീ പുരാണങ്ങൾ വായിച്ചിട്ടില്ലേ? സ്നേഹം ദിവ്യമാണ്, അമൃതാണെന്നൊക്കെ. അവരങ്ങ് ക്ഷമിച്ചോളുന്നേ. ചെറുക്കന്റെ കളി കുറെ കൂടുന്നുണ്ട്. പോട്ടടോ. ആ പൂജാമുറി എങ്ങനെയുണ്ട്? സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാ. അതിന് സ്പെഷ്യൽ താങ്ക്സ്. ഭാര്യയുടെ സ്നേഹമുണ്ട്. ഉണ്ടേ? എങ്കിൽ ആ കെയർ ഓഫ് ഇതേ ഇവിടെ സ്റ്റൈലായിട്ട് തന്നെ ചിലപ്പോ. ഇവിടെ വെച്ചാണോ? അയ്യോ, ഇത് പൂജാമുറിയാണല്ലോ. നമുക്ക് അങ്ങോട്ട് പോയി വിസ്തരിച്ചാവാം. നടന്നേ, നടക്കണോ? എന്താണ് ഇത്? ഒന്ന് റെഡി ആവുന്നു. എത്ര നേരമായി? ഞാനില്ല എന്റെ നീലക്കുട്ടിയെ, നല്ലൊരു ഒഴിവ് ദിവസമായിട്ട്, അതും നമ്മൾ ഈ കൊട്ടാരത്തിൽ പൊറുതി തുടങ്ങിയ ആദ്യത്തെ ദിവസമായിട്ട്. ആ അതുകൊണ്ടാ ഇന്ന് ലഞ്ച് വെളിയിലാക്കാന്ന് വെച്ചത്. ഉള്ള സമയം വെയിലും കൊണ്ട് വെറുതെ അലഞ്ഞിരിഞ്ഞ് നടക്കാതെ നമുക്ക് വല്ല പഞ്ചാര അടിച്ച് കൊച്ചുവർത്താനവും പറഞ്ഞ് ഇവിടെ ഇരിക്കാം. നീ വാ. അകത്തോട്ടൊന്നും ചെല്ലണ്ടേ? അതിനല്ലേ നല്ല ഫസ്റ്റ് ക്ലാസ് അടുക്കള ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. നമുക്ക് രണ്ടുപേരും കൂടെ ഇന്ന് സംയുക്തമായിട്ടൊരു പാചക യജ്ഞം നടത്തിക്കളെ. എനിക്ക് വയ്യ. വേണ്ടെങ്കിൽ വേണ്ട. ഒരു നേരം പട്ടിണി കിടന്നു വെച്ച് എന്റെ പൊന്നുമോള് ചത്തുപോകുന്നില്ല. മാത്രമല്ല, പട്ടിണി കിടന്നുകൊണ്ടുള്ള ശൃംഗാരത്തിന് ശക്തി കൂടുമെന്ന മഹാന്മാര് പറഞ്ഞിരിക്കുന്നു. ലാത്തിയടി നിർത്തി റെഡി ആകാനാ പറഞ്ഞത്. എനിക്ക് വയ്യ. വയ്യേ ഇന്നൊന്ന് കാണണല്ലോ. എത്ര നേരം ഞാൻ റെഡി ആവാൻ പറഞ്ഞു. കൂടുന്നുണ്ട് കേട്ടോ. എനിക്കെന്നെ അയ്യോ എന്റെ വരാതെ വരാതെ വരാതെ. ഇപ്പൊ സുന്ദരക്കുട്ടപ്പനായിട്ടുണ്ട്. വാ. ഇങ്ങനെ ഒരു മടിയൻ. വന്നാട്ടെ. വേഗം വരണം. എടാ കള്ള. ആഹാ വിടാ നീ. എന്താ ഇത്? കൊച്ചു കുട്ടികളോട്ട് വിടാൻ.